ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വർണ്ണാഭമായ സ്നോജ്മോ ടൗൺ സ്ക്വയർ, സെൻറ്റ് കാതറിനിലെ 11ാം നൂറ്റാണ്ടിലെ റോട്ടുണ്ട, അതിശയിപ്പിക്കുന്ന ഡൈജെ നദിയും കുന്നിൻ മുകളിലുള്ള കാഴ്ചകളും, മധ്യകാല ഘട്ടങ്ങളിൽ മനുഷ്യൻ ഈ വാച്ചിൻ്റെയും ക്ലോക്കുകളുടെയൊക്കെ വരവിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ആ ഒരു സൂര്യപ്രകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമയം നോക്കുന്ന സാധനം, സെൻറ്റ് നിക്കോളാസ് പള്ളിക്ക് സമീപമുള്ള പരമ്പരാഗത ചെക്ക് ഭക്ഷണവും വീഞ്ഞും, ഇത്രയും കാര്യങ്ങളാണ്. സ്നോജ്മോയിലേക്ക് സ്വാഗതം. ചെക്ക് റിപ്പബ്ലിക്കിലെ സൗത്ത് മൊറാവിയയിലെ മുന്തിരിത്തോട്ടങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന നിധി. ഇവിടെ ചരിത്രം അതിൻ്റെ കല്ലുകൾ പാകിയ തെരുവുകളിലൂടെയും ബറോക്ക് കെട്ടിടങ്ങളിലൂടെയും പനോരമിക് കാഴ്ചകളിലൂടെയും മൃദുവായി ശ്വസിക്കുന്നു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഞങ്ങൾ യാത്ര ആരംഭിക്കുന്നത്, മസാരിക്കാവോ സ്ക്വയറിൽ. ഇത് ഒരു ചരിത്ര കേന്ദ്രം മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാസ്തുവിദ്യ, ദൈനംദിന ജീവിതത്തിൻ്റെ സൗമ്യമായ താളം പാലിക്കുന്ന ഒരു ജീവനുള്ള ക്യാൻവാസാണ്. ഈ സ്ക്വയറിൻ്റെ സൈഡിൽ ഉള്ള പള്ളിയാണ്. ആ പള്ളിയിലെ മദ്ബഹയും പള്ളിയുടെ ഉൾവശവുമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പള്ളിയുടെ മുന്നിൽ സ്ക്വയറിൽ നിന്നുള്ള ഫോട്ടോയാണ് ഇത്. സ്ക്വയറിൻ്റെ സൈഡിലുള്ള കെട്ടിടങ്ങളും ഹോട്ടൽസും എല്ലാം ഉൾപ്പെടുന്ന സ്ഥലമാണ്. ഇതാണ് ആ ടൗൺ സ്ക്വയറിലെ ഒരു ടവറും കാര്യങ്ങളുമൊക്കെ. നമ്മൾ ആ ടൗൺ സ്ക്വയറിൻ്റെ സൈഡിലുള്ള സ്ഥലത്തിലൂടെ വഴിയിലൂടെ കടകൾ, അവിടെ പൂക്കൾ, അതുപോലെ തന്നെ പഴങ്ങൾ എല്ലാം. ഏതാണ്ട് 35 കിലോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 35 5 രൂപയാണ് ഒരു ഇവിടുത്തെ കറൻസിയുടെ വില. ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ തന്നെയാണ് യൂറോപ്പിലും ഫ്രൂട്ട്സിന്. ഫ്രൂട്ട്സിന് അങ്ങനെ വില വ്യത്യാസം കൂടുതലൊന്നുമില്ല. നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങളാണ് അത്. നമ്മൾ അതിലൂടെ നടന്നു വരുമ്പം ആ സ്ക്വയറിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇപ്പുറത്തെ സൈഡാണ്. ഇവിടെയും എന്തൊക്കെയോ പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്. എല്ലാം സ്റ്റേജും ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള ഷെഡ്സൊക്കെ ഉണ്ട്. ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ അവിടെ തന്നെ ഓപ്പൺ ഈ കടകളുണ്ട്, അതെല്ലാം അടച്ചിട്ടിരിക്കുക. രാവിലെയാണ്, കൂടുതലും വൈകിട്ടാണ് പരിപാടിയെന്ന് തോന്നുന്നു. ചുറ്റും നോക്കും നമ്മൾ. നിങ്ങൾക്ക് ഊർജ്ജസ്വലമായ മുൻഭാഗങ്ങൾ, സുഖപ്രദമായ കഫേകൾ, ആകാശത്തേക്ക് തുളച്ചുകയറുന്ന ശ്രദ്ധേയമായ ഗോതിക് ടൗൺ ഹാൾ ടവർ എന്നിവ കാണാം. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഗോപുരം നിശബ്ദമായ ഒരു കാവൽക്കാരനെ പോലെ പട്ടണത്തിന് കാവൽ നിൽക്കുന്നു. ഈ ചത്തുരം രാജാക്കന്മാരെയും വ്യാപാരികളെയും വിപ്ലവങ്ങളെയും ശാന്തമായ സായാഹ്നങ്ങളെയും കണ്ടിട്ടുണ്ട്. ഇന്ന് അലഞ്ഞു തിരിയാനും കേൾക്കാനും സമയം മന്ദഗതിയിലാക്കാനുമുള്ള ഒരു സമാധാനപരമായ സ്ഥലമാണ്. ഡീജെ നദിക്ക് മുകളിലുള്ള ഒരു പാറക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ക്വയറിൽ നിന്ന് കുറച്ച് മിനിറ്റ് നടക്കണം സ്നോജ്മോയിലെ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പവിത്രവുമായ സ്ഥലങ്ങളിലൊന്നായ സെൻറ്റ് കാതറിൻ റോട്ടുണ്ടയിലേക്ക് എത്താൻ. നമ്മൾ അങ്ങോട്ടുള്ള നടപ്പിലാണ്. നമ്മൾ സെൻറ്റ് നിക്കോളാസ് പള്ളിയുടെ ആ ഒരു അങ്കണത്തിലേക്കാണ് നമ്മളെത്തുന്നത്. ഈ പള്ളിയുടെ അകത്തെ കാഴ്ചകൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. പള്ളിക്കുള്ളിലെ കാഴ്ചകൾ ഇതിനകത്ത് കവർ ചെയ്യുന്നില്ല. പള്ളിക്കുള്ളിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. ബാക്കി ഈ ഭാഗത്തെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇവിടെ എല്ലാം വഴികൾ ടാറിന് പകരം ഈ കല്ലുകളിലാണ് പാകിയിരിക്കുന്നത്. ഈ ഐസൊക്കെ ഇവിടെ ഐസ് വീഴുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, തണുപ്പുള്ള പ്രദേശമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇടവഴികളെല്ലാം കല്ല് പാകിയതാണ്.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ആ പള്ളിയുടെ കോമ്പൗണ്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ മറ്റ് കാഴ്ചക്കാരും ഉണ്ട്. അവർ ഒരു ഗ്രൂപ്പായിട്ടാണ് എത്തിയിരിക്കുന്നത്. പുറത്തേക്ക് നോക്കുക, ഭൂമി നമ്മുടെ മുന്നിൽ വിശാലമായി തുറക്കുന്നു. ആഴത്തുള്ള താഴ്വരകൾ, മുന്തിരിത്തോട്ടങ്ങൾ, പുരാതന കുന്നുകൾ എന്നിവയിലൂടെ വളഞ്ഞു വളഞ്ഞ് ഡൈജെ നദി ഒരു വെള്ളിനൂൽ പോലെ താഴെ തിളങ്ങുന്നു. ഇവിടെ നിന്ന് ഉള്ള കാഴ്ച വളരെ അതിശയിപ്പിക്കുന്നതാണ്. ഈ കാഴ്ചകൾ മനോഹരം മാത്രമല്ല, പ്രകൃതിയും ചരിത്രവും കൈകോർക്കുന്ന തെക്കൻ മൊറാവിയയുടെ ആത്മാവാണവ. റോട്ടുണ്ടയുടെ അരികിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്നത് അസാധാരണമായ ഒന്നാണ്. ഇതാണ് നമ്മൾ അവിടുത്തെ ആ ഒരു കുന്നുകളും അതെല്ലാം. ഒരു ഡൈജെ നദി ഒഴുകുന്നുണ്ട്. അവിടെ വെള്ളം റെഗുലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് താഴോട്ട് ഒഴുക്കി വിടുന്നു. ഇവിടെ എല്ലാം ഈ ചെരുവുകളിലൊക്കെ മുന്തിരി കൃഷിയുണ്ട്. അപ്പം മുന്തിരി കൃഷിക്കും അതുപോലെയുള്ള മറ്റ് കൃഷികൾക്കൊക്കെ ആയിട്ട് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു നദി ഈ ഒരു സ്നോഷ്മോ പട്ടണത്തിന് നടുവിലൂടെ വിരിമാറിലൂടെ ഒഴുകുന്നതുകൊണ്ട് ഈ നദിയിലെ വെള്ളം ഇവിടുത്തെ കൃഷിയെ ഫലഭൂയിഷ്ടമാക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യമേ വന്ന പള്ളിയുടെ വ്യൂ ആണ് അവിടെ കണ്ടത്. നമ്മുടെ പള്ളിയുടെ അവിടെ നിന്ന് മാറി ഇപ്പുറത്തേക്ക് മുന്നോട്ട് വന്ന് ഇവിടെ ആ നദിയും ഈ ചെരുവിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുവാണ്. നമ്മൾ അങ്ങേ അറ്റത്തു നിന്നാണ്, അവിടെ നിന്നാണ് നമ്മൾ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുന്നത്. ഈ നദിയുടെ സൈഡിൽ ഈ ഒരു പാറ കെട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് പള്ളിയും ഈ ഒരു പട്ടണവും സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അങ്ങേ സൈഡിലും ചെറിയ കുന്നുണ്ട്. അവിടെയും നിരനിരയായിട്ട് നിറയും വീടുകളാണ്. നമ്മളീ കാണുന്ന ആ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഇവിടുത്തെ സ്നോഷ്മോയിൽ ഏറ്റവും പഴക്കമേറിയതും ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നായ സെൻറ്റ് കാതറിൻ റോട്ടുണ്ട എന്ന് പറയുന്നത്. ഈ എളിമയുള്ള റോമനസ് ചാപ്പൽ 11-ാം നൂറ്റാണ്ടിലേതാണ്. അതിനുള്ളിൽ അപൂർവ മധ്യകാല ഫ്രെസ്കോകൾ അടങ്ങിയിരിക്കുന്നു. ചെക്ക് രാജാക്കന്മാരുടെയും വിശുദ്ധന്മാരുടെയും വളർക്കാരൻ മുമ്പുള്ള യുദ്ധങ്ങളുടെയും വരച്ച കഥകൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ന് അതിന് അടവാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറി അതിനകത്ത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്നുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തൃപ്തിപ്പെടുകയാണ്. ഇതാണ് ആ നദിയുടെ ഒരു ക്ലോസ് ലുക്ക്. ഞങ്ങളെ ഈ സ്നോഷ്മോയിലേക്ക് കൊണ്ടുവന്ന പ്രദീപാണ്. ഇപ്പം നമ്മളീ കാണുന്നത് റോട്ടുണ്ടയുടെ അരികിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുന്ന അസാധാരണമായ ഒന്നായ ഒരു മധ്യകാല പകൽ വെളിച്ച ക്ലോക്കാണ്. കല്ലിൽ കൊത്തിയെടുത്ത ഒരു സൺറിയൽ. വാച്ചുകൾക്കും ഫോണുകൾക്ക് മുമ്പ് ആളുകൾ ദിവസവും ഇങ്ങനെയാണ് സമയം നിരീക്ഷിച്ചിരുന്നത്. സൂര്യൻ നീങ്ങുമ്പോൾ കടന്നു പോകുന്ന മണിക്കൂറുകളെ അടയാളപ്പെടുത്തിക്കൊണ്ട് നിഴലുകൾ വരികളിലൂടെ നൃത്തം ചെയ്തു. ലളിതവും കൃത്യവും നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും പ്രവർത്തനക്ഷമമാണ്. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയുള്ള സമയമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നൂലുണ്ട്, ആ നൂലിൻ്റെ ഷെയ്ഡ് നമുക്ക് കാണാം. പിന്നെ താഴത്തെ ആ ഇതിൽ വരിക്കുന്നത് ഇപ്പം 13ലേക്കാണ് നിൽക്കുന്നത്. നടുക്ക് 12. റൈറ്റ് സൈഡിലാണ് അതിൻ്റെ നിഴൽ ഇപ്പോൾ വന്ന് പെടുന്നത്. അപ്പോൾ ആ നിഴലിനെ അടിസ്ഥാനമാക്കി സൂര്യൻ പ്രകാശത്തിൽ നിഴലിനെ അടിസ്ഥാനമാക്കി രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെയും പിന്നെ സമയം
പണ്ട് കാലത്ത് ഈ ക്ലോക്കുകളും ഒന്നും വാച്ചുകളും ഉണ്ടാകുന്നതിന് മുമ്പ് സമയം കണ്ടിരുന്ന ഇതാണ് നമ്മളിപ്പം കണ്ടത്. നമ്മളിപ്പം ചെക്ക് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെക്കോസ്ലോവാക്യയുടെ ചിക്കൻ ബിരിയാണി കാണുന്നത്. അതിനകത്ത് ചിക്കനുണ്ട്, പിന്നെ ഉള്ളത് ബിരിയാണിയുടെ ഒന്നും കാണുന്നില്ല. ബിരിയാണിയുടെ ഐസുണ്ട്, ഐസുണ്ട്, പക്ഷേ അത് ചുവന്ന മുളകിട്ട് റെഡിയാക്കി. ഇതൊക്കെ ചിക്കന് ഇതിന് നേരെയാണ് ഏതാ ചിക്കൻ നന്നായിട്ട്. ചിക്കൻ പീസുണ്ട്. കോഴിയുടെ കാലൊന്നും ആരും ഇടുന്നില്ല, വളരെ ഉപകാരം ചെയ്തേക്കുന്നു. പിന്നെ ബ്രഷ് പീസാവുന്നില്ല. എല്ലാം നല്ല മാംസമായ കഷ്ണങ്ങളാണ്. അത് യൂസ് ചെയ്യുന്നില്ല. അത് ചെറിയ മധുരമുണ്ട്. ചെറിയ മധുരമുള്ളപ്പോൾ അവര് ഈ മുളക് നമുക്ക് ഇട്ട് തന്നു. അപ്പോൾ ശാലയും കൂടി എരിവ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയാണ്. ഇത് പള്ളിയുടെ എതിർവശത്തുള്ള ഹോട്ടലായിരുന്നു. ഇവിടെ ഈ സിറ്റി കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിൻ്റെ എൻജിനും 2 ബോഗികളും പോലെയുള്ള ഒരു വണ്ടി നിരത്തിലൂടെ ഓടുന്നുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് റൂട്ടൻഡേയിൽ നമ്മൾ നിന്ന് കണ്ട ആ ചെരുവുകളിൽ വളർത്തിയ സൗത്ത് മൊറാവിയൻ വൈറ്റ് ആൻഡ് റെഡ് വീഞ്ഞുകൾ കഴിച്ചു. നമ്മളിതൊരു യൂട്യൂബ് ചാനലൊന്നും ആകാൻ നമ്മളിതെടുത്ത സമയത്ത് പ്ലാൻ ഇല്ലാഞ്ഞുകൊണ്ട് ഈ വൈൻ സപ്ലൈ ചെയ്തും കുടിക്കുന്നതൊന്നും നമ്മളന്ന് പകർത്തിയിരുന്നില്ല. നമ്മളത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് പോയപ്പം കണ്ട സ്ക്വയറിൽ ഇപ്പം തിരിച്ചു വന്നപ്പോഴത്തേനും ഭയങ്കര ലൈവ്ലി ആയി. പിന്നെ പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒഴുകുന്നു, കടകളൊക്കെ കൂടുതൽ തുറന്നു വരുന്നു. ഇതിവിടെ വൈകുന്നേരം നല്ല അടിപൊളി ഒരു പരിപാടി നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. ഇവരത് എൻജോയ് ചെയ്യുന്നതാണ്. കടകളെല്ലാം തുറന്ന് അവർ എല്ലാം റെഡിയാക്കി വരുന്നു. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. അടുത്ത വീഡിയോ സെൻറ്റ് നിക്കോളാസ് പള്ളിയുടെ ഉൾവശമാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.